അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ പെരുന്നാളൊക്കെ അല്ലേ, കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ട്, ഗ്രില്ലാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ദുബായിലുള്ള സമയത്ത് മരുഭൂമിയിൽ നിന്ന് ചിക്കൻ ചുടുന്നൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് കണ്ടിട്ട് ചെക്ക അതേപോലെ പറഞ്ഞാണ് വന്ന് കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇന്ന് അടിപൊളിയായിട്ട് നമുക്ക് നാടൻ രീതിയിൽ നമുക്ക് ഗ്രില്ല് ചെയ്യുക. അപ്പോൾ വലിയ ഐറ്റംസ് കാര്യങ്ങളൊന്നുമില്ല, സാധാരണ നോർമലാണ്. ഓക്കെ, ഗ്രില്ലിൻ്റെ ഐറ്റംസ് കാര്യങ്ങളൊന്നുമില്ല. ഉള്ളൊരു കമ്പിക്കൂടും കാര്യങ്ങളൊക്കെ വെച്ച് ഗ്രില്ല് ചെയ്യണ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അത് തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ ആവശ്യമുള്ള ചിക്കന് നല്ല വരഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ റെഡിയാക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പച്ചമുളക്, പിന്നെ കുറച്ച് പൊടികളും. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മൾ ചേർക്കുന്നത്, വേറെ കൂടുതലായിട്ടും ചേർക്കണില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. ഇത് ഇൻ്റർനാഷണൽ മസാലയാണ്. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ ബാക്കി നോക്കിയിട്ട് പിന്നെ ഇട്ടാൽ മതി. ഇനി നമ്മൾ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ അരച്ച് വെച്ച പച്ചമുളകും. ഇനി നന്നായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ സാധാരണ നമ്മൾ പിന്നെ നാരങ്ങയാണ് എടുക്കൽ. അപ്പോൾ നാരങ്ങ നമ്മുടെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് സുർക്ക വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, മസാല നല്ലോണം എന്ത് ചെയ്യുന്നു മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചാട്ടോ, മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ. അപ്പോൾ അതാകുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ എന്ത് ചെയ്യുക ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല എന്ത് ചെയ്യുക റെഡി ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല. ഇനി ഇത് കുറേശ്ശെയായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ചിക്കനിലേക്ക് തേച്ച് കൊടുക്കുക. ചിക്കൻ ഇതേപോലെ വരഞ്ഞ് വെക്കണം കേട്ടോ. വരഞ്ഞ് കഴിഞ്ഞാൽ എന്താ അറിയോ, നമ്മുടെ മസാലയൊക്കെ നല്ല കറക്റ്റായിട്ട് പിടിക്കും. ഇങ്ങനെ ഓരോന്നിലും എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് നല്ലോണം തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കന് നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ ഇട്ട് എല്ലാ ഭാഗത്തും മസാലയൊക്കെ ആയി. ഇനി നമുക്ക് ഒരു 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫ്രീസറിൽ കയറ്റി വെക്കാം. എന്നിട്ട് വൈകുന്നേരം എന്ത് ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുക. ഫുള്ള് നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് 2 മണിക്കൂർ ഫ്രീസറിൽ എന്ത് ചെയ്യുക കയറ്റി വെക്കാം. അങ്ങനെ നമ്മൾ ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പൊക്കെ സെറ്റ് ചെയ്ത്, അപ്പോൾ നമ്മുടെ അടുത്ത് ചാർക്കോൾ കരിയില്ല, നമ്മൾ ചിരട്ടയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നല്ല നാടൻ അടുപ്പ് പോലെ സെറ്റ് ചെയ്തിട്ട് നല്ല ചിരട്ടയിട്ട് കത്തിച്ച് കരിയാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയേണ്ടത് നമ്മുടെ തട്ടിക്കൂട്ട് പരിപാടിയാണ്. അപ്പോൾ ഗ്രില്ലായിട്ട് നമ്മുടെ അടുത്തില്ല, അപ്പോൾ ചെറിയൊരു നെറ്റുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് സെറ്റാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ തീയൊക്കെ നല്ലോണം കത്തി പിടിക്കട്ടെ, കനലാകട്ടെ. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് സെറ്റാക്കിയിട്ട് എടുക്കാം. ഏകദേശം 2-3 മണിക്കൂറായി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, മസാലയൊക്കെ തേച്ചിട്ട്. വാ, നല്ല ഉഷാറായി, മസാലയൊക്കെ നല്ല സെറ്റായി പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം നമ്മുടെ കനലൊക്കെ ഒന്ന് റെഡിയാകണ വരെ ഒന്ന് ഐസൊക്കെ ഒന്ന് വിടാൻ വേണ്ടി ഒന്ന് പുറത്തിരുന്നോട്ടെ. അപ്പോൾ നല്ല അടിപൊളിയാവും. ഇപ്പോൾ കനലൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് വീശി കൊടുക്കുക. ഇപ്പോൾ പൊണ്ടാട്ടീൻ്റെ നല്ല ഐഡിയ ആണ്, എണ്ണ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടി എണ്ണ തേക്കാൻ വേണ്ടി എന്താണിത്, വാഴക്കൈ വെട്ടിയിട്ട്. പിന്നെ അതേപോലെ എന്താകുമോ ചിക്കൻ എന്നറിയില്ല, എന്തായാലും ഒരു ഇലയൊക്കെ എടുത്തിട്ടുണ്ട് ഇടാൻ വേണ്ടി, നോക്കി വെക്കാം. പിന്നെ നല്ല വെളിച്ചെണ്ണയിലാണ് നമ്മൾ റെഡിയാക്കണേ. കുഞ്ഞാവ് പിന്നെ നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഉറക്കൊക്കെ പോയി ചുടുക എന്ന് പറഞ്ഞപ്പോൾ നേരെ വന്നു. എന്താ കുഞ്ഞാവയ്ക്ക് എന്താ പറയാനുള്ളത്? ചേച്ചിമാരോടൊന്നും പറയാനല്ല?
ഒന്ന് വീശി കൊടുത്തു. പുതിയ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വീശുന്നത്. ആദ്യം നമുക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. നമുക്ക് ഓരോ പീസുകളായിട്ട് എന്ത് ചെയ്യാം, ഇട്ട് കൊടുക്കാം. മൊത്തം 5 പീസാണുള്ളത്. നല്ലോണം വീശി കൊടുക്കണം. ഗ്രില്ല് കുറച്ച് ഹൈറ്റിലാണോ സംശയമുണ്ട്. എന്തായാലും ചൂടൊക്കെ എടുക്കുന്നുണ്ട്. നല്ല ചൂടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ തന്നെ ഒരു 10-15 മിനിറ്റ് നല്ല പൊരിച്ച കോയിൻ്റെ മണം വരുന്നുണ്ടല്ലോ കുഞ്ഞാവേ അല്ലേ? എന്തായാലും 10 മിനിറ്റ് കഴിയട്ടെ. ഇനി കുറച്ച് എണ്ണ എന്ത് ചെയ്യുക, നല്ലപോലെ മേളിലും കൂടെ തേച്ച് കൊടുക്കുക. സെറ്റായി വേകുന്നുണ്ട് കേട്ടോ, കുറച്ച് ടൈം എടുക്കും. എന്തായാലും നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ സിമ്പിൾ പരിപാടി. കുട്ടികളുടെ ഓരോ ആഗ്രഹങ്ങളല്ലേ, എല്ലാവരും ഇങ്ങനെ കാണുമ്പോൾ ഒരു ചെയ്യാൻ വേണ്ടിയൊരു ഇത് അത്ര തന്നെ. സംഭവം നല്ല അടിപൊളിയായിട്ട് വേകുന്നുണ്ട്. ഇതാ നല്ല എണ്ണ കണ്ടോ, നെയ്യൊക്കെ നല്ല ഉരുകി നല്ല സെറ്റായി ഒലിച്ചിറങ്ങുന്നുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ടേ. അപ്പോൾ നമ്മുടെ എന്തുകൊണ്ട് നമ്മുടെ ചാർക്കോളിനെക്കാട്ടിലൊക്കെ നല്ല ചിരട്ട ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ. ചിരട്ട സെറ്റ് സാധനമാണ്. ചിരട്ട കത്തി കിട്ടിയാണ്ടല്ലോ, അതിനോടൊക്കെ വേറെ ഒന്നുമില്ല. ഒരു സൈഡ് തിരിച്ചിട്ടോ. വാവ്, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. വിചാരിച്ചതിനെക്കാട്ടിലും പെട്ടെന്ന് തന്നെ സാധനം സെറ്റായിട്ടുണ്ട്. അപ്പുറം സൈഡ് വേകാനുണ്ട് അല്ലേ? എന്നാ കുറച്ച് എണ്ണയും കൂടെ നോക്കി. ഇനി എന്ത് ചെയ്യുക, നമുക്ക് കുറച്ചും കൂടെ എണ്ണ തേച്ച് കൊടുക്കാം. തന്നെ എണ്ണ തേച്ചാലേ നല്ലോണം വേഗുള്ളൂ എന്നാണ് കുഞ്ഞാവ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ പറയാനും കാണിക്കാനും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ തിന്നണത് നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. എന്തായാലും ഇതേപോലെ എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക. സിമ്പിളാണ്. ചെറിയൊരു നെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ മസാലയൊക്കെ ഇട്ടിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞങ്ങൾ ഇനിയും വരും. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഒരു വിജയം. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു.